രാവിലെ ഈ പറയുന്ന പോലെ നമുക്കൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് തരും. നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ക്രീപ്പി വൈബും മൊത്തത്തിലൊരു സൈലൻസും ഭയങ്കര ഒരു ഇതുണ്ട്. രാവിലേട്ടനും ഒരു സജഷൻ ഉണ്ടായിരുന്നു, നമുക്കിന്ന് റെഡ് പിടിക്കാം. പക്ഷെ ഒറ്റ റെഡ് തന്നെയല്ല, ഹ്യൂസ് ഓഫ് റെഡ് ഉപയോഗിച്ചിട്ടുണ്ട്, പല ടൈപ്പ് റെഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. രാവിലേട്ടൻ ഹൊറർപ്പടമൊക്കെ ചെയ്യുമെങ്കിലും ഇടയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എടാ പേടിപ്പിക്കാതെ ഇതൊക്കെ പറയും. അപ്പൊ എനിക്ക് ചിരി വരും. ഹൊറർപ്പടം ചെയ്യുന്ന ഡയറക്ടർ ഭൂതകാലം സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞടാ ഒരു വീടും 2 പേരും ഉള്ളു ഈ പടത്തിൽ, നിനക്ക് ഞാൻ ഏത് റോള് തരുന്നത്? അത് കഴിഞ്ഞിട്ട് അടുത്ത പടമായപ്പോ പറഞ്ഞ് എടാ ഒരു വീടും 3 പേരും ഉള്ളു ഈ പടത്തിൽ. ഞാനപ്പോ ചേട്ടാ അപ്പൊ അടുത്ത പടം ഒരു വീടും ഒരാള്, അങ്ങനെയാണ്. ഞാൻ ഇതെന്ത് പ്രണവിന്റെ കൂടെ ഈ പറയുന്ന പോലെ നിങ്ങൾ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് എന്റെ സീൻസിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ചേട്ടൻ ഫ്രീ ആവുമ്പോൾ വരുവാണെങ്കിൽ പിന്നെന്താന്ന് പറയാ അപ്പൊ തന്നെ സാധനം കളഞ്ഞിട്ട് വരുമായിരുന്നു. പുള്ളി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും ഞാൻ പറയുന്നത് ചേട്ടാ ഫ്രീ ആയിട്ട് നോക്കി അപ്പൊ തന്നെ കഴിക്കലൊക്കെ നിർത്തും. ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആസ് എൻ ആക്ടർ. മമ്മൂക്ക ഓർമ്മ വരുന്നത് പ്രമേയത്തിന്റെ ഫോട്ടോഷൂട്ട് ടൈമിൽ ഉള്ള കോമഡി പരിപാടികളും ഭയങ്കര റിസ്ട്രിക്റ്റഡ് സെറ്റ് ആയിരുന്നു. നമ്മളിങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടി നോക്കും, നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചെയ്ത് രാവിലെ ഇങ്ങനെ നോക്കി കാണാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ രാവിലെ ഗംഭീര ആക്ടറാണ്. അത് ഞാൻ പറഞ്ഞു ഈ പടത്തിലെ എല്ലാരും ചെയ്തേക്കുന്ന സാധനം രാവിലെ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. ആസ് എൻ ആക്ടർ ബ്രോ അതിന്റെ പുറകിൽ നടത്തിയൊരു പ്രോസസ് എന്താണ്? സെറ്റിൽ എല്ലാവരുമായിട്ട് കമ്പനി അടിച്ച് സംസാരിച്ച് കോമഡി അടിച്ച് നടക്കാതെ ഇരിക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ഒതുങ്ങി ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കും കുറെ നേരം വെറുതെ. അപ്പം എനിക്ക് സംസാരിക്കാതെ ഒരു ഫ്രസ്ട്രേഷൻ, ആരോടെങ്കിലും സംസാരിക്കണം. അപ്പം കുറെ ഇരിക്കുമ്പോഴത്തേക്ക് പ്രാന്താവും. അപ്പം അങ്ങനെ പ്രാന്തായി ഒറ്റയ്ക്ക് അരുണേ കാമാണോ? കാമാണ്, ശരിക്കും കാമാണോ? ഓക്കെ, ആക്ടർ അരുൺ അജികുമാർ ആൻഡ് ഓൾസോ ഓണർ ഓഫ് എസ്തെറ്റിക് കുഞ്ഞമ്മ പോസ്റ്റർ ഡിസൈനിങ് അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ മറ്റേ മിഥുനത്തിനകത്ത് ലാലേട്ടനോട് ശങ്കരാടി സാർ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ബിസ്ക്കറ്റ് കമ്പനിക്ക് ദാക്ഷായിണി എന്ന് പേരിടുമോ? ഈ എസ്തെറ്റിക് കുഞ്ഞമ്മ എന്നുള്ള ആ പേരിന് പിന്നിൽ എന്താ സംഭവം? നമ്മള് ഡിസൈൻ ഏജൻസി തുടങ്ങുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടാണ്. അപ്പം അത് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഫിലോമിന മാം. അപ്പം അവരുടെ ആ സമയത്ത് ഞാൻ ഗോഡ് ഫാദറിലേക്ക് സാധനം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഷെയർ ചെയ്യുക, അങ്ങനെ കുറെ മീംസിലൊക്കെ കാണാറുണ്ട്. അപ്പം എനിക്ക് ഒരു ഐക്കണായിട്ട് തോന്നിയിരുന്ന ഒരു പേഴ്സോണ എപ്പോഴും മറ്റേ ഫിലോമിന മാമിന്റെ ഒരു പ്രൊഫൈൽ, അങ്ങനത്തെ ഒരു ഫോട്ടോ ആണ്. അപ്പം എനിക്ക് എസ്തെറ്റിക് എന്ന് പറഞ്ഞ വാക്ക് അപ്പോഴേ കോളേജിൽ ഭയങ്കരമായിട്ട് സർഫസ് ചെയ്തിരുന്ന ഒരു വാക്കാണ്. ആ വാക്ക് ഉപയോഗിക്കണമെന്നും ഒരു ദേശി റീമിക്സ് കൊടുക്കണമെന്നും വിചാരിച്ചപ്പോൾ കൊണ്ടുവന്നൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ ലോഗോവും ആദ്യം ഫിലോമിന മാമിന്റെ മുഖമായിരുന്നു, പിന്നെ അത് നമ്മൾ വരച്ച് നമ്മുടെ ലോഗോനെ കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു അബ്സ്ട്രാക്ട് സാധനത്തിലോട്ടാക്കി. ഇപ്പോൾ രാഹുൽ സദാശിവനുമായിട്ട് ഭൂതകാലം തൊട്ടേ ബ്രോ ടച്ചിലുണ്ട്, ഞാനിപ്പോൾ ഡീസറ വരെ നിൽപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താണ് ആ ഒരു റിലേഷൻ, റാപ്പ് എന്താണ്? ബ്രോ ഭയങ്കര എനിക്ക് എൻ്റെ ഒരു മെന്ററിനെ പോലെയാണ് രാവിലേട്ടൻ. ഒരു ഡയറക്ടർ ആണ് പുള്ളി, ഭയങ്കര ഗംഭീര മനുഷ്യനാണ്. പക്ഷെ അതിനേക്കാളും ഞാൻ കുറെ ഡൗട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും വിളിച്ചു ചോദിക്കുക. മറ്റു പടങ്ങൾക്കും പോസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻ പിന്നെ അയച്ചു കൊടുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ പുള്ളി ചിലപ്പോൾ പറയാം വൈക്ക കൊടുത്തിടുന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഭയങ്കര സ്വന്തം മെന്ററിനെ പോലത്തെ ഒരാളാണ് രാവിലേട്ടൻ. പിന്നെ ഒരു ഭയങ്കര വിഷണറി ഡയറക്ടറിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് എപ്പോഴും ഉണ്ട്. ഭൂതകാലത്തിന്റെ സമയം കാണുമ്പോൾ തൊട്ടിട്ട് രാവിലേട്ടൻ പറയുന്ന റെഫറൻസുകളും പുറത്തെ പരിപാടികളും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ നോക്കിയിട്ടേ ഉള്ളൂ. അപ്പം ആസ് എ കമ്പനി ഓൾസോ നമ്മൾ ഗ്രോ ചെയ്യുന്നതിൽ രാവിലേട്ടൻ ഒരുപാട് പങ്കുണ്ട്. നമുക്ക് ഒരുപാട് പിന്നെ ഭയങ്കര നമുക്ക് തന്ന ഏറ്റവും നല്ല കിടിലം പടങ്ങളെല്ലാം രാവിലേട്ടൻ തന്നേക്കുന്ന പടങ്ങളാണ്. ഭയങ്കര സന്തോഷം. ആദ്യം പരിചയപ്പെടുന്ന ഭൂതകാലത്തിന്റെ സമയത്ത് തന്നെയാണോ? ഭൂതകാലത്തിന്റെ സമയത്ത് നമ്മള് അനുർ റഷീദ് സാറിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോ പ്രണവിന്റെ കൂടെ ഈ പറയുന്ന പോലെ ഒരു കോമ്പിനേഷൻ സീനാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഹിറ്റ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരുന്നു? ഐ മീൻ ഒരു ആക്ടേഴ്സ് എന്ന രീതിയിൽ സീൻ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആദ്യം പ്രണവ് ചേട്ടനെ കാണുന്നത് ഫോട്ടോഷൂട്ടിനാണ്. നമ്മൾ ഇതിന്റെ ഫുൾ ക്യാമ്പയിൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഷൂട്ടിന്റെ തലേന്ന് ഒരു ഫോട്ടോഷൂട്ട് വെച്ചു. അത് മൊത്തം നമ്മൾ ക്യാമ്പയിൻ ഒരു 8-10ഓളം പോസ്റ്റർ സ്കെച്ച് ചെയ്ത് മൊത്തം റഫ്, ഇപ്പൊ ഞാൻ തന്നെ നിന്ന് റഫ് അടിച്ച് നോക്കി. ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രണവ് ചേട്ടന്റെ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് ടെസ്റ്റ് ഷൂട്ട് എടുത്തിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തത്. ലുക്ക് ടെസ്റ്റിന് തന്നെ പ്രണവ് ചേട്ടൻ വന്ന് കുറെ പോസ്റ്റേഴ്സ് ഒക്കെ ട്രൈ ചെയ്ത് കോസ്റ്റ്യൂംസ് ഒക്കെ ട്രൈ ചെയ്തപ്പോഴേ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ സിങ്ക് ആയി. അപ്പൊ രാവിലേട്ടൻ പറഞ്ഞു ഇവനാണ് കിരണിന്റെ ക്യാരക്ടർ, ചിലപ്പോ ഇവനെ മാറ്റും, പക്ഷെ ഇവൻ തന്നെയാണ് ഇപ്പൊ എന്നൊക്കെ പറയണ്ടേ. അപ്പം നമ്മൾ അപ്പോഴേ സംസാരിച്ചപ്പോ ഭയങ്കര ഒരു ചില്ല് മനുഷ്യൻ, എല്ലാം ചെയ്യാൻ റെഡിയാണ്. പോസ്റ്റേഴ്സ് ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്യും, നമ്മൾ പറയുന്ന പോലെയൊക്കെ ട്രൈ ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഫോട്ടോഷൂട്ടിന് പുള്ളി പൊളിച്ച് നമ്മളപ്പോ ഭയങ്കര നമ്മൾ പാരലലി എഡിറ്റ് ചെയ്ത് നോക്കും റഫ്. അപ്പൊ കൂടെ വന്നിരുന്ന് ഇങ്ങനെ ഇത് എങ്ങനെയാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. ഭയങ്കര ഇൻവോൾവ് ആണ്, ഭയങ്കര ഫൺ ടു വർക്ക് വിത്ത് ഒരു മനുഷ്യൻ.
അഭിനയത്തിലേക്ക് വന്നപ്പോഴും ഈ പറയുന്ന പോലെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞു, ഭയങ്കര സുഖം ഉണ്ടായിരുന്നു പുള്ളിയായിട്ട് സംസാരിക്കാനും നിൽക്കാനും ഒക്കെ. അങ്ങനെ സെഷൻ ഉണ്ടായിരുന്നു, ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം നമുക്കാണെങ്കിലും ഓൺ സെറ്റ് ഞാൻ കുറച്ച് റിഹേഴ്സ് ചെയ്താലോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് എന്റെ സീൻസിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ചേട്ടൻ ഫ്രീ ആകുമ്പോ ഒന്ന് വരുവാണെങ്കിൽ പിന്നെ എന്താന്ന് പറയാ അപ്പൊ തന്നെ സാധനം കളഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പൊ വന്ന് പുള്ളി ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുവാണെങ്കിലും ഞാൻ പറയും ചേട്ടാ ഫ്രീ ആയിട്ട് നമുക്ക് അപ്പൊ തന്നെ കഴിക്കലൊക്കെ നിർത്തും. അപ്പൊ ഉണ്ടാ പിന്നെ അപ്പം അങ്ങനെ വന്ന് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആസ് എൻ ആക്ടർ. നമ്മൾ മാക്സിമം പുഷ് ചെയ്യുക, ലുക്ക് കൊടുക്കുമ്പോഴാണെങ്കിൽ അവിടെ തന്നെ നിന്ന് നമുക്ക് വേണ്ട പോലെ പെർഫോം ചെയ്ത് അങ്ങനെ സപ്പോർട്ടിംഗ് കോ ആക്ടർ പൊളിയാണ്. വേറെ ഞാൻ ചോദിച്ചോട്ടെ, സത്യസന്ധമായിട്ട് പറയണം, ഈ ഡീസറയുടെ പോസ്റ്റർ ഡിസൈനിങ് ആയിട്ടാണോ ഫസ്റ്റ് രാഹുൽ വരുന്നത്, അതോ ഇതിനകത്ത് കാസ്റ്റിംഗ് പ്രമാണിച്ചിട്ടാണോ? എനിക്ക് എന്തുകൊണ്ടാന്ന് അറിയില്ല, രാഹുലേട്ടൻ പടം ചെയ്യുമ്പോഴേക്ക് പോസ്റ്ററിന് വിളിക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുലേട്ടൻ ഒരു പടം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പോസ്റ്റർ തുടങ്ങിക്കോ കേട്ടോ, ആലോചിച്ച് തുടങ്ങിക്കോട്ടോ. അത് ഓട്ടോമാറ്റിക്കലാണ്. അപ്പൊ ഭൂതകാലം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനമാണ്, അപ്പൊ കുറച്ച് റെഫറൻസ് ഒക്കെ നോക്കിക്കോ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ. അപ്പം ഇതും ഇങ്ങനെ പറഞ്ഞു ഒരു അടുത്തൊരു ഹൊറർ പടമാണ് ചെയ്യുന്നത്, ഇങ്ങനെ നോക്കിക്കോ, വേറൊരു സാധനം ഉണ്ട് ഞാൻ പറയും, ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഐ തിങ്ക് ടുവേർഡ്സ് കുറച്ചുകൂടെ ഒക്കെ ലാസ്റ്റ് ആയപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ നിനക്ക് ഇങ്ങനെ കരയാനൊക്കെ പറ്റുമോ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു. പറ്റും, ഞാനിപ്പൊ കരയാൻ. അപ്പൊ പുള്ളി നമുക്ക് നോക്കാം, ഒരു ഓഡിഷൻ വെക്കാം, ഒരു പരിപാടി ചെറിയ ഇതാണ്, നമുക്ക് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അങ്ങനെയാണ് വന്നത്. ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ഡീസറുടെ പോസ്റ്റേഴ്സ് നോക്കിയാൽ അതിനകത്ത് ഡെഫിനറ്റ്ലി ഒരു ഹൊറർ ജോണർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും അറിയാം റെഡ് ആണ് അതിന്റെ ഒരു എന്താ പറയാ എടുത്തു നിൽക്കുന്ന ഒരു കളർ എപ്പോഴും ഹൊററിന്റെ ഒരു റെഡ് ആണെന്ന് അറിയാം. പക്ഷെ അതില് വേറെ എന്തൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്? അതായത് ഈ പോസ്റ്റേഴ്സിന്റെ ഇതിൽ വേറെ ഷെയ്ഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഓഡിയൻസുമായിട്ട് വേറെ എന്തൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്? അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഇപ്പൊ പോസ്റ്റേഴ്സിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ ബ്രാൻഡിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. വളരെ ഫോട്ടോഗ്രാഫിക്കൽ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പൊ റാദർ ദൻ നമ്മളിപ്പോ ഈ പടത്തിന് കൂടുതലും റിസർച്ച് ചെയ്തേക്കുന്നത് ഫോട്ടോഗ്രാഫ്സ് ആണ്. റാദർ ദൻ ഇപ്പം പോസ്റ്റേഴ്സോ മറ്റ് സിനിമകളുടെ പോസ്റ്റേഴ്സോ നോക്കിയിട്ടില്ല. കൂടുതലും എങ്ങനെ ഒരു പുതിയ വിഷ്വൽ ലുക്ക് സെറ്റ് ചെയ്യാം, എങ്ങനെ ഒരു പുതിയ മൂഡ് ബോർഡ് ഉണ്ടാക്കാം എന്ന് ശ്രമിച്ചിട്ട് അതിന്റെ ശ്രമത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ലുക്ക് നമുക്ക് എന്നാ പിടിക്കാം. രാഹുലേട്ടനും ഒരു സജഷൻ ഉണ്ടായിരുന്നു, നമുക്ക് എന്നാ റെഡ് പിടിക്കാം. പക്ഷെ ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ ഓൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, അപ്പൊ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ആൾക്കാർക്ക് പക്ഷെ തോന്നരുത് റെഡ് പടമാണ് എടുത്ത് വെച്ചേക്കുന്നത് തോന്നരുത്. അപ്പം നമ്മൾ വിചാരിച്ച ഒരു ബ്ലൂ ആൻഡ് റെഡ് വിച്ച് വിൽ ഡെപിക്ട് ദ ഫിലിം. അപ്പം അങ്ങനെ ഒരു ബ്രാൻഡിങ് വരുമ്പോൾ അറ്റ് ദി എൻഡ് ബ്ലൂവും റെഡും അല്ലെങ്കിൽ റെഡ് കാണുമ്പോൾ ആൾക്കാർ ഏത് പോസ്റ്റർ കണ്ടാലും ഇനി പറയണം എന്നുള്ള തരത്തിൽ. അതെ അതെ. അപ്പൊ നമ്മള് ഒറ്റ റെഡ് തന്നെ അല്ല, ഹ്യൂസ് ഓഫ് റെഡ് ഉപയോഗിച്ചിട്ടുണ്ട്, പല ടൈപ്പ് റെഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കോൺട്രാസ്റ്റ് ലെവലും ആ ലുക്കൊക്കെ സെയിം ആയിരുന്നു ഓൾ ത്രൂ ഔട്ട്. റെഡ് ഉപയോഗിക്കാന്നുള്ള ഒരു കോൺഷ്യസ് ഡിസിഷനിലാണ് പിന്നീട് വർക്ക്ഔട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞ ഈ പോസ്റ്ററിൽ ഓൾ ത്രൂ ഔട്ട് പ്രണവ് ചേട്ടനെ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ, വേറെ ആരും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചിലപ്പം ഒരു ആക്ടർ മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ കാണുന്നുള്ളല്ലോ എന്ന് ചെറിയ ഡൗട്ട് വരും. അപ്പൊ ചിലപ്പം വേറൊന്നും ഇല്ലേ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷ്വലി ഭയങ്കര ഡിഫറെന്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ആസ് ഇൻ കളേഴ്സ് വൈസ് അല്ലാണ്ട് പല പല സാധനങ്ങൾ, പല സോണ്, ഡിഫറെന്റ് ഇമോഷൻസ്, പ്രണവ് ചേട്ടന്റെ ക്യാരക്ടർ കടന്നു പോകുന്ന ഡിഫറെന്റ് ഇമോഷൻസ് ഓഫ് ഫിയർ, അങ്ങനെ കാണിച്ച് കുറച്ച് അങ്ങനത്തെ കുറെ എക്സ്പെരിമെന്റ്സ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഈ പടത്തിന്. ഈ മറ്റേ ഒരു ആത്മസംതൃപ്തിക്കാണോ മറ്റേ ലുലുവിന്റെ ഫ്രണ്ടിൽ പോയി ഒരു ഫോട്ടോ എടുത്താൽ? അതെ അതെ അതെ. നമ്മളത് വല്ലാതെ പ്ലാൻ ചെയ്ത് കുറെ ടെസ്റ്റ് ഒക്കെ അടിച്ച് നമ്മൾ കുറെ ടെസ്റ്റ് പ്രിന്റ് അടിച്ച് ഏറ്റവും ബെസ്റ്റ് റെഡ്, ഏറ്റവും അട്രാക്റ്റീവ് സാധനം, ലൈറ്റ് അടിക്കുമ്പോൾ ഏതാണ് ബെസ്റ്റ്, അങ്ങനെയൊക്കെ നോക്കി നമ്മൾ കുറെ പണിത്. എനിക്ക് തോന്നുന്നു അത് രാത്രി 12:30 എങ്ങാണ്ടോ കെട്ടിയത്. നമ്മുടെ ടീമിൽ നിന്ന് അവരുടെ AD ടീമിൽ നിന്നൊക്കെ കുറെ ആൾക്കാരൊക്കെ വന്ന് നോക്കി നിൽക്കുന്നതാണ് അത് കെട്ടുന്നത്. രാവിലെ തന്നെ പോയി നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് രാത്രി തന്നെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അത്രയും എല്ലാവർക്കും എന്തൂസിയാസ്റ്റിക്. പിന്നെ അങ്ങനെ ഒരു പരിപാടി വരുന്നത് ഭയങ്കര ഭാഗ്യം. ഇപ്പൊ നോർമലി ഡയറക്ടർ ആക്ടർ ഉണ്ട്, എഡിറ്റർ ആക്ടർ ഉണ്ട്, പോസ്റ്റർ ഡിസൈനർ ആക്ടർ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ഈ ആക്ച്വലി പറയുന്ന ആക്ടിങ് ആണ്, ആക്ടിങ് പണ്ടോട്ട് ഇഷ്ടമാണെന്ന് അറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതിലേക്കുള്ളൊരു എന്താ പറയുക ഒരു ചാനലിംഗ് പ്രോസസ്സിലാണ് ഈ പറയുന്ന ഡിസൈനർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. എനിക്കാണ് മറ്റേ യെല്ലോടുത്തിലെ ചേട്ടനും ഡിസൈനർ ആക്ടറാണ്. അപ്പം അതങ്ങനെ ഒരു എന്താ പറയാ, ഞാൻ ചെറുപ്പം തൊട്ട് നാടകം പഠിച്ചിട്ടുണ്ട്. ഒരു 3ാം ക്ലാസ് തൊട്ട് നാടകം ഇൻവോൾവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു 10ാം ക്ലാസ് ആയപ്പോ ഞാൻ സ്കൂൾ ബസ് എന്ന് പറഞ്ഞ റോഷൻ ആൻഡ്രൂസ് സാറിന്റെ ഒരു പടത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിന് മുന്നേ ജൂഡ് ആന്റണി ജോസഫ് സാറിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ക്യാമറയുടെ മുന്നിൽ വരുന്നത്. പക്ഷെ അതിനുശേഷം 12th ഒന്നും ആയിട്ട് എനിക്ക് വേറെ ഒരു പടവും കിട്ടിയില്ല. ഞാൻ ഓഡീഷൻസിന് കയറി ഇറങ്ങുമായിരുന്നു, ഒരുപാട് ഓഡീഷൻസ് ഉണ്ട്, ഒരു പരിപാടിയും കിട്ടിയിട്ടില്ല.
പോയി 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 ലാസ്റ്റ് മീഡിയ പഠിക്കണമെന്നുണ്ടായി, അല്ലെങ്കിൽ ബിസ്കോം പഠിക്കണമെന്നുണ്ടായി, നടന്നില്ല. ബികോം പഠിച്ചു. ഒരു 2 വർഷം ആയപ്പോഴത്തേക്കും കോവിഡ് വന്ന്. അപ്പോഴാണ് നമ്മൾ ഒരു പേജ് തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നത്. ചുമ്മാ ഫാൻ മെയ്ഡ് എഡിറ്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്, ഫോണിലൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഫിലിം ഡിസ്കഷൻ ഒക്കെ ചെയ്യാൻ. പിന്നെ അത് വഴിമാറി കൈവിട്ട് അതങ്ങനെ ഡിസൈനിൽ വന്ന് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഫോട്ടോ വരാൻ വേണ്ടിയാണ് ബ്രോ പണ്ട് ഡിസൈൻ ചെയ്തോണ്ടിരുന്നത്. അതായത് ഞാൻ എൻ്റെ തന്നെ ഫോട്ടോ ഇപ്പം അനിയത്തിയെ കൊണ്ടൊക്കെ എടുപ്പിക്കും. അതിൽ ചാരിക്കുന്നൊക്കെ എടുത്തിട്ട് ഒരു പോസ്റ്റർ പോലെ ആക്കി ടൈറ്റിലൊക്കെ വെച്ച് വാ പൊളി ഫസ്റ്റ് ലിപ് ടുമാറോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കാണാനുള്ള സന്തോഷത്തിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ആക്ടേഴ്സിനെ പോർട്രേ ചെയ്യാനും ഡിഫറെന്റ് രീതിയിൽ ഫോട്ടോഗ്രാഫിക്കലി കഥ പറയാനും. ഏറ്റവും രസമായിട്ട് ആൾക്കാർക്ക് 10-15 ഇന്റർപ്രിട്ടേഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം അങ്ങനെ ഒരു സെയിൽ മെന്റാലിറ്റിയും ഉണ്ട് അതിൽ. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും വൈ നോട്ട് എന്ന് തോന്നി. പല ട്രൈ ചെയ്തു. നല്ലൊരു ടീം വന്നു. ദീപക്കും ഉണ്ടായിരുന്നു ഇനീഷ്യൽ ടൈംസിൽ. അവൻ ഭയങ്കര വിഷ്വലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. സോ അതൊക്കെ വെച്ചിട്ടാണ് ബ്രോ ഇതിലേക്ക് വന്നത്. പക്ഷെ കോൺസ്റ്റന്റ്ലി അഭിനയവും സൈഡിലും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രോസസ്സൊക്കെ എന്നെ അഭിനയത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ആക്ടേഴ്സിനെ ബ്രീഫ് ചെയ്യുമ്പോഴും അവരഭിനയിച്ച് കാണുമ്പോഴൊക്കെ നമുക്കതിൽ നിന്നും സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരു പ്രോസസ്. ഓഡീഷൻസ് ഞാൻ പറഞ്ഞപ്പോ തട്ടത്തെ മറയത്തിന്റെ ഓഡീഷന്റെ 3 പയ്യന്മാര് പോയി. അതിലൊരു പയ്യനായിരുന്നു കേട്ടു. അതെ, അതില് കിട്ടാത്ത പയ്യൻ കിട്ടാത്ത. അതെ അതെ, അതിന് പോയിട്ടുണ്ട്. ഫ്രണ്ട്സ് അല്ലായിരുന്നു 3 പേര്? പിന്നെ ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. നമ്മള് അതാണ് നമ്മുടെ നാടകക്കളരിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. നമ്മളാ ജൂഡ് ആന്റണി ജോസഫ് സാറിന്റെ ഷോർട്ട് ഫിലിം കഴിഞ്ഞപ്പം സാർ അതിന്റെ ഇതായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ആ സമയത്ത്. നമ്മളെ റെഫർ ചെയ്തു. നമ്മൾ 3 പേരും പോയി. പക്ഷെ അവർ 2 പേരാണ് അഭിനയിച്ചത്. ഇപ്പൊ എത്ര വർഷമായി എസ്തെറ്റിക് കുഞ്ഞമ്മ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളായി? നമ്മൾ 2020 തുടങ്ങുന്നത്. ഇപ്പം 5th ഇയറിലാണ് നമ്മൾ. വെയിൽ സിനിമയാണ് ഫസ്റ്റ് ചെയ്തത്, പോസ്റ്റർ ഡിസൈനിങ് ചെയ്യുന്നത്. ഇപ്പൊ ഡീസറെ വരെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഈ പറയുന്ന പോലെ ഇത്ര സ്പാനുള്ള ഇത്രയും പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഈ വന്നൊരു ഡയറക്ടറോ അല്ലെങ്കിൽ റൈറ്ററോ വന്ന് സ്ക്രിപ്റ്റ് പറയുമ്പോഴത്തേനും ആസ് എ ഡിസൈനർ മനസ്സിലോട്ട് ഫസ്റ്റ് വരുന്ന ഒരു ഇമേജ് എന്തായിരിക്കും? ലൈക്ക് ആ ജോണറെ സംബന്ധിച്ചുള്ള ഷെയ്ഡ്സ് ആണോ മനസ്സിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടേഴ്സിന്റെ ഫേസ് വെച്ചൊക്കെ ഇങ്ങനെ ഒരു ആംഗിൾ ആ നറേഷനിൽ തന്നെ ഈ പറയുന്ന പോസ്റ്റർ മനസ്സിൽ ബിൽഡ് ചെയ്ത് വരുമോ? എനിക്ക് ബ്രോ ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ തന്നെ ഈ കഥ എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇമേജിൽ കാണിക്കാം എന്നുള്ളൊരു തോട്ടൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ ടീമിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇപ്പൊ ഇപ്പൊ DSCയുടെ കഥ കേൾക്കുമ്പോഴും ഇതിനെ എങ്ങനെ വ്യത്യസ്തമായിട്ട് ആൾക്കാരുടെ അടുത്ത് ഒരുപാട് റിവീൽ ആവാണ്ട് പറയാം, ആൾക്കാരെ എങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കാം, എക്സൈറ്റഡ് ആക്കാം. കാരണം നമുക്ക് ഒരു ഫോണിൽ ഒരു 10 സെക്കൻഡിൽ താഴെ നമുക്ക് ഒരു സാധനത്തിൽ കിട്ടുള്ളൂ ഇപ്പത്തെ ഒരു കണ്ടന്റ് സ്പീഡിൽ. അപ്പൊ ആ സ്ക്രോളിൽ എങ്ങനെ മാക്സിമം അട്രാക്റ്റീവ് ആവണം. ആ കാണുന്ന 10 സെക്കൻഡിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഈ പടം ഇന്നോസം വരുന്നു, ഇന്ന ആക്ടർ എന്നും പറയാനും പറ്റണം. സോ ഇത്തരത്തിലുള്ള ഒരു കോൺഷ്യസ്നെസ് പിന്നീട് പയ്യാണ് ഡെവലപ്പായി നമുക്ക് വന്നത്. പക്ഷെ ഇപ്പം ഇമ്മീഡിയറ്റ്ലി കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ വിഷ്വലുകളാണ് പെട്ടെന്ന് വരിക. എങ്ങനെ കഥ പറയാം, ഇന്ന ചിലപ്പോൾ കളേഴ്സ് വരാറുണ്ട്. DSCയുടെ പറഞ്ഞപ്പോ എന്തുകൊണ്ടോ കളേഴ്സ് വരുന്നുണ്ടായി. രാഹുലേട്ടനും ഇൻപുട്ട് തന്നിട്ടുണ്ടായി. പിന്നെ ഈ ഫിയർ എന്ന് പറഞ്ഞ എലമെന്റിനെ എങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് കാണിച്ചു കൊടുക്കാം. അത് 2 അപ്രോച്ച് ഉണ്ട് അതിന്. ഇപ്പം നമുക്ക് കാണുമ്പോൾ നമുക്ക് പേടി വരണം, അല്ലെങ്കിൽ ഈ പേടിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് പാവം ഒന്നും തോന്നണം. അപ്പം ഈ 2 സിറ്റുവേഷനുകളെ എങ്ങനെ രസകരമായിട്ട് ചില സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് ചില ആർട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ഈറി ഫീൽ അടിക്കുമല്ലോ. അത്തരത്തിലൊക്കെ അതാ ഞാൻ ചില ഇമേജ് ഒക്കെ പെയിന്റിങ് കണ്ടിട്ടുണ്ട് പണ്ട്. അപ്പം ഒരുപാട് പെയിന്റിങ് അങ്ങനത്തെ ഉണ്ട്, ഭയങ്കര ഡെത്തിനെ സിംബലൈസ് ചെയ്യുന്ന പോലത്തെയൊക്കെ. അങ്ങനത്തെ ഒരു ഫീലിംഗ് കൊടുക്കാൻ പറ്റുക എന്നുള്ള. അപ്പം എങ്ങനെ ഒരു ഫീലിംഗ് ട്രിഗർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു സാധനം ചിലപ്പം പെട്ടെന്ന് മനസ്സിൽ വരും. ഈ റെഡ് അല്ലാതെ വേറെ കളേഴ്സ് ആദ്യം മനസ്സിലുണ്ടായിരുന്നു ഇതിനു വേണ്ടി, ഡീസറയ്ക്ക് മാത്രമായിട്ട്? ബ്രോ നമ്മളൊരു ഭയങ്കര ഡിഫറെന്റ് ഒരു ടോണാലിറ്റിയാണ് ആദ്യം എടുത്തിരുന്നത്. പക്ഷെ അത് പിന്നെ കഥയിൽ കുറച്ച് ഒരു വേരിയേഷൻ ആണത്. അത് പിടിക്കണ്ടെന്ന് രാവിലെ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് വിട്ടത്. അല്ലെങ്കിൽ അത് ആ ഒരു മൂഡായിരുന്നു ഫുൾ ത്രൂ ഔട്ട് പിടിക്കാനിരുന്നത്. അതൊരു ഭയങ്കര ഡിഫറെന്റ് ടോണാലിറ്റി എന്നല്ല, വേറെ അത് പറയാനും പറ്റാത്തൊരു സാധനമാണ് അത്. അങ്ങനെ അല്ല, എന്ത് കളർ ഷെയ്ഡായിട്ട് സിമിലർ ആയിരുന്നത്? അതിൽ ഒരുപാട് കളേഴ്സ് എന്ന് വെച്ചാൽ മഞ്ഞ, പച്ച, റെഡ് എല്ലാം മിക്സ് ആയ പോലത്തെ ഒരു പ്രത്യേക ഒരു സാധനമായിരുന്നു. അപ്പം നമ്മൾ പുതിയൊരു ടെക്നിക്ക് ഉപയോഗിക്കാം, പുതിയൊരു ടൈപ്പ് ക്യാമറ ഷൂട്ട് ചെയ്യാന്നൊക്കെ വരെ തീരുമാനിച്ച് അതിനെ ടെസ്റ്റ് അടിക്കാൻ പോകുന്നതിന് മുന്നെയാണ് നമ്മൾ പിന്നെ വിചാരിച്ചത് പ്രാക്ടിക്കലി പാടായിരിക്കും, പ്രിന്റബിൾ അല്ല, പ്രിന്റ് ഫ്രണ്ട്ലി അല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ എന്നാ പിന്നെ റെഡ് ആണ് കുറച്ചുകൂടെ നമ്മുടെ പടമായിട്ട് ബന്ധം, അത് പോകാൻ തീരുമാനിച്ചു. ഈ ഒരു ഷോർട്ട് സ്പാൻ കൊണ്ട് ബ്രോ ഒരുപാട് ഇന്ത്യയിൽ തന്നെ ടോപ്പ് പ്രൊഡക്ഷൻ കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വേഫെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ, എല്ലാവരും മമ്മൂട്ടി കമ്പനി ആയിട്ട് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ലൈക്ക് ഷോർട്ട് സ്പാൻ വെച്ച് നമ്മൾ ഒരു ഗ്രാഫ് നോക്കുമ്പോഴത്തേനും ലൈക്ക് എപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ, ഇത്രയും സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഷോർട്ട് സ്പാനിൽ തന്നെ, നമ്മൾ അടുത്ത സ്റ്റേജിൽ പോകുന്നുണ്ടെന്നുള്ള സെൽഫായിട്ട് റിയലൈസ് ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, സന്തോഷമുണ്ട് അതില്. ഭയങ്കര എല്ലാവർക്കും ആസ് എ ടീം എല്ലാവർക്കും അത് ഭയങ്കര പ്രൗഡാണ്. അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസും നല്ല ഗ്രൂപ്പുകളുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളും ഗ്രോ ആവുന്നത്. സോ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ഇത്രയും അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ നമ്മൾ
എത്ര പണിയെടുത്താലും കറക്റ്റ് ടൈമും കറക്റ്റ് ആൾക്കാരും വന്ന് നമുക്ക് കറക്റ്റ് പരിപാടികൾ തന്നാലേ നമ്മൾ വളരത്തുള്ളൂ. റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം. അപ്പം അതൊക്കെ കിട്ടിയത് എന്തുകൊണ്ടോ ഭയങ്കര ഭാഗ്യം, നമുക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ സൈഡിൽ നിന്ന്. അപ്പൊ ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഓക്കെ, അപ്പൊ ആ പേരുകൾ കേൾക്കുമ്പോഴത്തേനും ഫസ്റ്റ് അരുണിന്റെ മനസ്സിലേക്ക് ഇവരോട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസിലെ ഫസ്റ്റ് സംഭവം എന്താന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് DQ, ദുൽഖർ സൽമാൻ. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് DQ സാറായിട്ട് വർക്ക് ചെയ്ത്, ഇപ്പൊ കുറുപ്പില് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാന്ത എന്ന് പറഞ്ഞ പടം ചെയ്തായിരുന്നു. ഇപ്പം ലോക ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ പോസ്റ്റർ അയച്ചു കഴിയുമ്പോഴത്തേക്കും DQ സാർ കണ്ടിട്ട് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എനിക്ക് ചില സമയത്ത് നിമിഷേട്ടൻ സ്ക്രീൻഷോട്ട് അയക്കും, ഇങ്ങനെ നല്ല പോസ്റ്റർ എന്നൊക്കെ അയക്കുമ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇങ്ങനെ അയക്കും. ചിലപ്പം മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞാലും അയക്കും. അപ്പം വിശ്വസിക്കാൻ വേണ്ടിട്ട് ഞാൻ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. ഇപ്പം കാന്തയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇവിടെ IM ഗെയിമിന്റെ സെറ്റിൽ പോയിട്ട് DQ സാറായിട്ട് സംസാരിച്ച് പോസ്റ്റേഴ്സ് ഒക്കെ ഒന്നുകൂടെ നേരിട്ട് കാണിച്ചിട്ട് എനിക്ക് ഈ പറയുന്ന പോലെ പേഴ്സണലി ടെക്സ്റ്റ് ചെയ്ത് എനിക്ക് നേരിട്ട് അയച്ചോ, ഞാൻ കണ്ടിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പുള്ളിയുടെ സ്റ്റൈലും വിഷ്വലും ഒക്കെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നേരിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഭയങ്കര ബന്ധമൊന്നുമില്ല. നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. എപ്പോഴും ഫാസിനേറ്റഡ് ആണ് ഞാൻ മമ്മൂക്ക ആക്ട് ചെയ്ത് കാണാനും മമ്മൂക്ക ചെയ്യുന്ന വർക്കും എല്ലാം എനിക്ക് പുറത്തുനിന്ന് കാണാൻ തന്നെ ഭയങ്കര ഭാഗ്യം. അപ്പൊ മമ്മൂക്കായിട്ട് ഞാൻ കണ്ണൂർ സ്ക്വാഡിലും ഈ പറയുന്ന പോലെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പ്ലസ് ബ്രഹ്മയുഗത്തിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വെരി ഗ്രേറ്റ്ഫുൾ. അപ്പൊ മമ്മൂക്കയുടെ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ബ്രഹ്മയുഗത്തിന്റെ ഫോട്ടോഷൂട്ട് ടൈമിൽ ഉള്ള കോമഡി പരിപാടികളും. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പോസ്റ്റേഴ്സ്. അപ്പം നമുക്കും ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. നമുക്ക് അഭിനയിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കി കണ്ടിട്ടൊക്കെ ഉണ്ട് ബ്രഹ്മയുഗത്തെ സമയത്ത്. ഭയങ്കര റിസ്ട്രിക്റ്റഡ് സെറ്റ് ആയിരുന്നു. ഇല്ല, നമ്മളിങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കും, നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചെയ്ത് രാഹുലേട്ടൊക്കെ ഇങ്ങനെ നോക്കി കാണാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണ് ഓർമ്മ. രാഹുൽ സദാശിവൻ, രാഹുലേട്ടൻ അതിങ്ങനെ പറയാൻ പാടില്ലെന്ന് അറിയില്ല, എന്നാലും രാഹുലേട്ടൻ ഹൊറർ പടമൊക്കെ ചെയ്യെങ്കിലും ഇടയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്ക് അങ്ങനെ ഇടയ്ക്ക് ചില സാധനത്തിന് പേടിയൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെ ഒരുന്നൊക്കെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എടാ പേടിപ്പിക്കാതറ ഇതൊക്കെ പറയും. അപ്പൊ എനിക്ക് ചിരി വരും. ഹൊറർ പടം ചെയ്യുന്ന ഡയറക്ടർ രാഹുലേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പേടിപ്പിക്കാൻ ആൾക്കാരെ. നമ്മള് രാഹുലേട്ടനെ പ്രാങ്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ അയ്യോ ഒരാള് വീട് നടക്കണം നോക്കിയിട്ട് വരാൻ രാഹുലേട്ടൻ ടെൻഷൻ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പോയി കാണുമ്പോ അങ്ങനെ ടെൻഷനൊക്കെ ആവും. അപ്പം ഹൊറർ എടുക്കുന്ന ഡയറക്ടറിനെ പ്രാങ്ക് ചെയ്ത് പേടിപ്പിക്കാലോ എന്നുള്ളൊരു ത്രില്ല്, അതൊരു സക്സസ് ആണ്. അതെ ഞാനും ദിന്നാദേട്ടനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രം പെട്ടുപോയതുള്ളൂ, അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ രാഹുലേട്ടൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു തരും. ഇപ്പം എനിക്ക് അഭിനയിച്ചപ്പോ പോലും രാഹുലേട്ടൻ ഗംഭീര ആക്ടറാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞത് ഗംഭീര ആക്ടറാണ്. ഈ പടത്തിലെ എല്ലാരും ചെയ്തേക്കുന്ന സാധനം രാഹുലേട്ടൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് ഫ്രീഡം തരും, അറ്റ് ദി എൻഡ് ഉറപ്പായിട്ടും തരും. പക്ഷെ ചില സാധനത്തിൽ സ്പെസിഫിക് ആണ്. എന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞതിലും മറ്റുള്ളവർക്ക് ബ്രീഫ് ചെയ്തതിലൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ രാഹുലേട്ടൻ കിട്ടിലായിട്ട് അഭിനയിച്ച് കാണിക്കും. കറക്റ്റ് വിഷ്വൽ ഉണ്ട്, മനസ്സിൽ ക്ലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. സോ ഹി നോസ് വാട്ട് ഇസ് ദ ഷോട്ട്. അനാവശ്യമായിട്ട് വേറെ സാധനം ഒന്നും എടുക്കൂല, വേണ്ടത് എടുത്തപ്പോ പോവാം. പൊളി മനുഷ്യൻ. ജൂഡ് ആന്റണി എന്റെ ഒരു ഗുരു തന്നെയാണ് ജൂഡേട്ടൻ. അപ്പം ആ ഷോർട്ട് ഫിലിമിലാണ് ഞാൻ ആദ്യമായിട്ട് ജൂഡേട്ടനെ കാണുന്നത്. അങ്ങനെ ഒരു ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് മെമ്മറി ആയിട്ട് എനിക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ജൂഡേട്ടൻ ഇങ്ങനെ ഞങ്ങൾ ചെറുതാണ്, അന്ന് 5ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്നത്. ഞാനും ജയസൂര്യ അങ്ങനെ 3-4 പേരാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പുറത്തുനിന്ന് എന്തോ ഒരു മാങ്ങയോ എന്തോ എടുത്തിട്ട് വലിച്ചെറിഞ്ഞു. അപ്പൊ അകത്ത് ഷൂട്ട് കിടക്കുക. നേരെ പോയി ഓടിലിച്ചിട്ട് വീണിട്ട് പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ ആരാണോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളപ്പോ ഓടി ഒളിച്ചൊക്കെ നിന്നെ. ഞങ്ങളുടെ അടുത്ത ഷോട്ട് ഞങ്ങളുടെ പോയി കുറെ ഒളിച്ചൊക്കെ നിന്നാണ് എനിക്ക് ഓർമ്മ. ഇതാണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. പക്ഷെ എന്റെ ഒരു ഗുരുവാണ്. എനിക്ക് ഐ റെസ്പെക്റ്റും. അതും ഇതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ തരുന്ന. നമുക്കിപ്പം LIKയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഫുൾ ഫ്രീഡം തരും നമുക്ക്. ഈ പറയുന്ന പോലെ എന്താ പറയാ, ഇതാണ് ഐഡിയ, ഫ്യൂച്ചർ പടമാണ്, നിങ്ങൾ എന്തും ചെയ്തോ, എന്ത് ടെക്നിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തോ, സാധനം അടിപൊളിയായാൽ മതി. പിന്നെ എപ്പോഴും നമുക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക, അന്വേഷിക്കുക. അങ്ങനെ ചിൽ മനുഷ്യൻ, അതും ചില്ല. നെക്സ്റ്റ് പ്രിയദർശൻ. പ്രിയൻ സാറായിട്ട് അത്രയും വലിയ ലെജൻഡറി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നത്. നമ്മൾ സെറ്റിൽ പോകുമായിരുന്നു സാറ് ഡയറക്ട് ചെയ്യുന്നത് ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്ന്. സാറിനൊരു ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കൊറോണ പേപ്പേഴ്സിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അത് ചെയ്യുന്ന സമയത്ത് സാർ വാസ് വെരി സ്പെസിഫിക്. നമുക്ക് ആക്ടേഴ്സിനെ ഒന്നും കാണിക്കണ്ട, നമുക്ക് ഭയങ്കര മിനിമൽ ആയിട്ട് പോവാം, നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തു എന്ത് വേണമെങ്കിൽ ചെയ്തു. അപ്പോൾ അത്രയും വലിയൊരു ഡയറക്ടർ നമുക്ക് ഒരു ഫ്രീഡം തരുന്ന നമുക്ക് ആ സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നത്.
നമ്മളപ്പം ഇഷ്ടമുള്ള പോലെയാണ് ചെയ്തത്. അതിന്റെ പോസ്റ്ററും സാധനങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ വെച്ചാലും സാർ അപ്പൊ തന്നെ വിളിക്കും, അരുണേ നന്നായി എന്നൊക്കെ. അതോടോ താങ്ക് യു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറായിട്ട്. പുള്ളിയോട് ചോദിച്ചിട്ടുണ്ടോ ലൈക്ക് ഏത് പോസ്റ്റാണ് ഞങ്ങളിത് കണ്ടിട്ടുണ്ടോ, ലൈക്ക് പുള്ളിക്ക് ഒരു റെഫറൻസ് ചെയ്തായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട്? എനിക്ക് തോന്നുന്നു ഷെയ്ൻ ചേട്ടനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വർക്കൊക്കെ സാർ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്പെസിഫിക് ഇത് ഷെയ്ൻ ചേട്ടൻ പറഞ്ഞു. ഞാൻ ചെന്ന് ഒരു റഫ് കാണിച്ചു കൊടുത്തപ്പോൾ സാർ ഓക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിടിച്ചത്. ആക്ടിങ്ങിന്റെ സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡീസറയിൽ ചെയ്തിരിക്കുന്ന റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കുറച്ച് പരിപാടി ഉണ്ട് അതിൽ. ഇപ്പം നമ്മളെ പടക്കളത്തിൽ കണ്ട ഒരു കോമഡി ആ ഒരു സംഭവമല്ല. അപ്പൊ ഇതൊരു ട്രാൻസിഷൻ വന്നപ്പോഴത്തേനും ഇതിനകത്ത് എസ്പെഷ്യലി പ്രണവായിട്ടൊരു ഇന്റൻസ് സീൻ ഉണ്ട്, ഒരു ടെറസിലൊരു സീൻ, ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിലെല്ലാ ഇമോഷൻസും ഉണ്ട്. ഇപ്പൊ നല്ല വെപ്രാളം ഉണ്ട്, അതിൽ നിന്ന് മാറി പറഞ്ഞ പോലൊരു വിഷമവും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത് പുൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു രാഹുൽ എന്തായാലും ഒരു ബ്രീഫ് വന്നിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പുള്ളി അഭിനയിച്ചും കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ആസ് എൻ ആക്ടർ ബ്രോ അതിന്റെ പുറകിൽ നടത്തിയൊരു പ്രോസസ്സ് എന്താണ്? ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാനായിട്ട്? ബ്രോ അങ്ങനെ ഭയങ്കര പ്രോസസ്സായിട്ട് നടത്തിയില്ല. ഞാനീ പറയുന്ന പോലെ ഞാൻ ബ്രോ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോമിക്കൽ സാധനങ്ങളും ഭയങ്കര തുള്ളി നിൽക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം ഒന്ന് സ്റ്റാറ്റിക് ആവണം, ഈ കൺട്രോൾ ചെയ്യണം എന്നു ഞാൻ കോൺഷ്യസ്ലി തിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലും സെറ്റിലെ സമയത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സെറ്റിൽ എല്ലാവരുമായിട്ട് കമ്പനി അടിച്ച് സംസാരിച്ച് കോമഡി അടിച്ച് നടക്കാതെ ഇരിക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ഒതുങ്ങി ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കും കുറെ നേരം വെറുതെ. ഇപ്പൊ എനിക്ക് സംസാരിക്കാതെ ഒരു ഫ്രസ്ട്രേഷൻ, ആരോടെങ്കിലും സംസാരിക്കണം. അപ്പൊ കുറെ ഇരിക്കുമ്പോഴത്തേക്ക് പ്രാന്താവും. അപ്പം അങ്ങനെ പ്രാന്തായി അപ്പം എന്റെ അടുത്ത് രാവിലെ ഒക്കെ ആദ്യം ഇങ്ങനെ ചോദിക്കുക എന്താ വാ അതൊക്കെ പറ. ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കണോ ക്യാരക്ടർ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നു. അതെ. അപ്പൊ പുള്ളി ഓക്കെ അങ്ങനെ. പക്ഷെ രാവിലെ ഈ പറയുന്ന പോലെ നമുക്കൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് തരും ആസ് എ ഡയറക്ടർ, ദ ഹോൾ ടീം കേട്ടോ. ഇപ്പൊ ഈവൻ പ്രണവ് ചേട്ടൻ ഓൾസോ ഒരു ഫുൾ ആംബിയൻസ്. നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ക്രീപ്പി വൈബും മൊത്തത്തിലൊരു സൈലൻസും ഭയങ്കര ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല ബ്രോ. ഓവറായിട്ട് ആൾക്കാരോട് സംസാരിച്ച് ജോലി അടിക്കാതെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ നോക്കിയിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രസ്ട്രേഷനും വിഷമവും ഒക്കെ ഇങ്ങനെ ഉള്ളിൽ വരും. അപ്പം ടയേർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട് ഇരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആവാതിരിക്കാൻ നോക്കി. പിന്നെ മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. പിന്നെ രാവിലെ ഞാൻ വീണ്ടും പറയണത് പ്രണവ് ചേട്ടന്റെയും രാഹുൽ ചേട്ടന്റെയും ഒരു പുഷിലാണ് സാധനം വന്നേക്കുന്നത്. രാഹുൽ ചേട്ടൻ നോസ് ദ തിങ്. ഒരു ഗംഭീര ഡയറക്ടറിന് ഒരു ആരെ വേണമെങ്കിലും അഭിനയിച്ചെടുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ വെരി ഗ്രേറ്റ്ഫുൾ. എപ്പോഴെങ്കിലും ഒരാൾ ഈ പറഞ്ഞ പോലെ ബ്രോന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കഥ ബ്രീഫ് ചെയ്യൂലേ, ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ പ്ലോട്ട്, ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അപ്പൊ ഇത് കേട്ടിട്ട് ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടർ ഇത് കൊള്ളാം, ഇതിനകത്ത് നമുക്കൊരു പരിപാടി കാണാൻ ചാൻസ് ഉണ്ടായിരിക്കാം എന്ന് കഥ കേട്ടിട്ട് ഈ പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാൻ തോന്നിയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കാസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന്? ബ്രോ ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ. എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. രാവിലെ അടുത്ത് അല്ലാതെ തന്നെ പണ്ടോട്ടെ ഭൂതകാലം സമയത്ത് ചോദിച്ചപ്പോ പറഞ്ഞടാ ഒരു വീടും 2 പേരും ഉള്ളു ഈ പടത്തില്, നിനക്ക് ഞാൻ ഏത് റോള് തരും? അത് കഴിഞ്ഞിട്ട് അടുത്ത പടമായപ്പോ പറഞ്ഞ് എടാ ഒരു വീടും 3 പേരും ഉള്ളു ഈ പടത്തിന്. ഞാനപ്പോ ചേട്ടാ അപ്പൊ അടുത്ത ഒരു വീടും ഒരാള് അങ്ങനെയാണ്. ഞാൻ ഇതെന്ത്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓഡീഷൻ ചെയ്യാൻ എന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞത് നിന്നെ കണ്ടോണ്ടാണ് ഞാൻ എഴുതിയത്, നീയായിട്ട് നിന്റെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഈവൻ ദോ എന്റെ ബാങ്ക് ഓപ്പോസിറ്റ് ആണ് ക്യാരക്ടർ. അപ്പം നിന്നെ കണ്ടിട്ട് വേണ്ടി എഴുതിയതാണ്. അപ്പം പക്ഷെ നീ ഓഡിഷൻ ചെയ്തിട്ട് നോക്കാം, നമുക്ക് പിടിക്കാം. എനിക്ക് ഞാൻ പേഴ്സണലി കണ്ടേക്കുന്ന കുറെ എന്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ചേക്കുന്ന ഒരു റിയൽ സാധനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് കണ്ടേക്കുന്ന ഒരു സാധനം ഞാൻ രാവിലെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടാണ് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ടു ചേട്ടാ ഇങ്ങനെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കണ്ടു ചേട്ടാ ഇങ്ങനെ ഫുട്ബോള് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അത് കൊള്ളാലോ, അത് ഉപയോഗിക്കാം അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഓഡീഷനൊക്കെ ചെയ്താണ് ഈ ഒരു സാധനത്തിലേക്ക് വന്നത്. സോ ആ പ്രോസസ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലേ? ഈ പറഞ്ഞ പോലെ ഒരാൾ വരുമ്പോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, കാസ്റ്റിംഗ് നടക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ബ്രോ, ഉറപ്പായിട്ടും എല്ലാപ്പോഴും ഞാൻ അന്വേഷിച്ച് നടക്കാണ് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. ഇപ്പോ ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റ് നോക്കിയാലും ഡീസറുടെ പോസ്റ്റർ നോക്കിയാലൊക്കെ തന്നെ ഒരു ഫാന്റസി ഫിക്ഷണൽ സാധനമാണ്. പക്ഷെ അത്
റിയാലിറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആൾക്കാർ കാണുമ്പോഴത്തേനും അവർക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി അപ്പോൾ ആ ഒരു ബ്ലെൻഡിങ് പ്രോസസ്സ് വരുമ്പോഴത്തേനും എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നെ നിങ്ങളുടെ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് ഫൈനൽ ഔട്ടിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഫാന്റസിക്കലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് എപ്പോഴും. ലൈക്ക് എക്സ്ട്രീംലി റിയൽ സാധനങ്ങളും ഇഷ്ടമാണ്, റിലേറ്റബിൾ സാധനങ്ങളും ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളും ഇമാജിൻ ചെയ്യുന്ന സാധനങ്ങൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. അതാണ് ഇപ്പം ആസ് ആർട്ട് ഓൾസോ നമ്മളൊരു പുതിയ കഥ ഭയങ്കര സറിയലായിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് അത് കണ്ട് ഡീകോഡ് ചെയ്യാനൊക്കെ മനുഷ്യനൊരു ഓട്ടോമാറ്റിക് ടെൻഡൻസി ഉണ്ടല്ലോ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് അടിച്ചാലും സേഫ് ആണെന്നുള്ളൊരു സ്പേസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഒരു പടമായിട്ട് നിൽക്കണം. ഇപ്പം ഞാൻ പറയണ ഇപ്പൊ ബ്രഹ്മയുഗത്തിലുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ആ പോസ്റ്ററിൽ നമ്മൾ കാണിച്ചേക്കുന്നത്. ഹൗ ഡിഫറെന്റ്ലി ക്യാൻ വി സേ ഇറ്റ് എന്ന് മാത്രമേ നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ. സോ ഉറപ്പായിട്ടും ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഇൻപുട്സ് ഉണ്ടാവും. രാം സാർ വൻ ബ്രില്യൻ്റ് ആണ് ആ കാര്യത്തിൽ. രാം സാർ ഇസ് ഓൾവേസ് സെൻഡിങ് അസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പം നമുക്ക് അങ്ങനത്തെ പല പല റെഫറൻസും ഇൻസ്പിറേഷനും കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പടമായിട്ട് ലോക്കാവും. നമ്മൾ മാക്സിമം ആ പടമായിട്ട് ഗ്രൗണ്ടഡ് ആക്കാൻ നോക്കും. പിന്നെ പടത്തിനെ കുറിച്ച് മാക്സിമം നമ്മൾ പഠിക്കും, എന്താണ് സ്ക്രിപ്റ്റ്, എന്താണ് അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് എന്താണ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മാക്സിമം അതിനെ ഗ്രൗണ്ടഡ് ആക്കാൻ പറ്റും. സോ എത്ര ഫാന്റസിക്കലാണെങ്കിലും പടമായിട്ട് ഗ്രൗണ്ടഡ് ആണെങ്കിൽ ഇറ്റ് വർക്ക്സ്. ഇപ്പം പടം കാണുമ്പോൾ അത് പടത്തിലില്ലെങ്കിൽ ആൾക്കാർ നമ്മൾ ചിലപ്പോൾ തെറി പറയുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ബ്രഹ്മയുഗം കാണുമ്പം അതിൽ ഉള്ളതേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഇറ്റ് മേക്ക് സെൻസ്. അങ്ങനെയാണ് നമ്മൾ അതിനെ സ്ക്രിപ്റ്റ് റിപ്പീറ്റഡ്ലി വായിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ്ലി വായിക്കാറില്ല. ഇപ്പൊ ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് പടം കാണിച്ചു തരും ആ പടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പരിപാടി മനസ്സിലാവും. ഞങ്ങൾ പിന്നെ കുറെ സെറ്റിൽ പോകും. സെറ്റിൽ പോയി അവിടെ നിന്ന് അവിടുത്തെ പ്രോപ്സ് ഒക്കെ ഉണ്ട്, അവരെങ്ങനെയാണ് ചെയ്യുന്ന പരിപാടി എന്താണെന്നൊക്കെ നോക്കി നമുക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടുമായിരുന്നു. അതിനുവേണ്ടി പോകും. ഇഷ്ടമാണ് പോകാൻ. പണ്ട് അങ്ങോട്ട് ഓഡിഷൻ നടന്നു പോയി ചെയ്യായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് സ്ക്രിപ്റ്റ് എല്ലാം വരും, വായിക്കാനും പറ്റുന്നുണ്ടല്ലേ. അത് ഭാഗ്യം. അതിനകത്ത് ഈ ബ്രഹ്മയുഗത്തിൽ ഒരു 10 തല പോസ്റ്റേഴ്സ് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ആ 10 തലയുടെ ഈ പറയുന്ന പോലെ ഒരു കോൺസെപ്റ്റ് ശരിക്കും അതൊരു രാവണൻ കോൺസെപ്റ്റ് ആണ്. പക്ഷെ രാവണൻ അല്ല ഇതിനകത്ത്, ചാത്തനാണ്. അപ്പൊ അത് ഒരു ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതെ. പക്ഷെ നമ്മളിപ്പോ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തതല്ല. പടത്തില് അർജുൻ ചേട്ടന്റെ പല എക്സ്പ്രഷൻസ് വരുന്ന, പുള്ളിയുടെ പല സമനില തെറ്റിപ്പോകുന്ന പോലത്തെ പരിപാടിയുണ്ട്. അപ്പോൾ സോ അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം രാഹുലേട്ടൻ കഥ പറഞ്ഞപ്പോഴാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ക്യാരക്ടറിനെ കുറിച്ചൊരു എലമെന്റ് ആയിരുന്നു ഇവന് പ്രാന്തായി പോകും എന്നുള്ളൊരു സാധനം. അപ്പം ഈ പ്രാന്തിന്റെ ഫോട്ടോ എന്തുകൊണ്ടോ എടുത്ത് കുറേ വെച്ചിട്ടുണ്ടായി. സോ ഐ ലൈക്ക് ഇറ്റ്. ഇപ്പൊ ഒരേ ഫ്രെയിം 10 എക്സ്പ്രഷൻ അല്ലെങ്കിൽ 4 എക്സ്പ്രഷൻ ഒക്കെ ഞാൻ ആലോചിച്ചു, ഓക്കെ ഇത് 4ആയിട്ടൊക്കെ കാണിക്കണമല്ലോ, പൊളിയായിരിക്കുമല്ലോ. പക്ഷെ എങ്ങനെ നമുക്ക് മമ്മൂക്കേനെയും കൂടി ഇതിൽ കാണിക്കാം? മമ്മൂക്ക കാരണമാണ് അറ്റ് ദി എൻഡ് പുള്ളി പ്രാന്താവുന്നത്. സോ എങ്ങനെ ഈ പ്രാന്തിനെ വിഷ്വലൈസ് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഓക്കെ എന്നാ മമ്മൂക്ക അലറി ഇങ്ങനെ നേരെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിന്റെ സൈഡിൽ എന്തായാലും അർജുൻ ചേട്ടൻ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ പോകുന്ന ഫോട്ടോ. അപ്പം വെറുതെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇറ്റ് വർക്ക്. അത് തന്നെ ഇപ്പുറത്തെടുത്ത് നോക്കിയപ്പോൾ കുറെ തല ഇങ്ങനെ രസമുണ്ടല്ലോ. എന്നാ രാവണനൊന്നും പടത്തിൽ ഇല്ലാത്ത കണ്ടന്റ് ആണ്, പക്ഷെ വിഷ്വലി ഇറ്റ് വർക്ക്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ നടുക്കത്തെ ക്യാരക്ടർ കാരണം ഇയാൾക്ക് പ്രാന്താവുന്നു, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം 10 തല കൊണ്ട് പുള്ളി രാവണനാവുന്നു എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇതായിരുന്നു എൻ്റെ ഒരു തോട്ട്. അല്ലാതെ ഇവിടുത്തെ കുറെ ആക്ടിങ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങ് ബോളിവുഡിൽ പോയി വിദ്യാബാലൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ബോളിവുഡ് വരെ എങ്ങനെ എത്തി, അല്ലെങ്കിൽ ബോളിവുഡിൽ എന്തായിരുന്നു കണക്ഷൻ? ബ്രോ എന്നൊരു കാസ്റ്റിംഗ് ഏജൻസി റീച്ച് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട് ഒന്ന് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഹിന്ദി പടം എന്ന് മാത്രം പറഞ്ഞു, ഒരു ഓഡിഷൻ അയക്കാൻ പറഞ്ഞു. ഞാൻ ഓഡിഷൻ അയച്ചു. അപ്പം അവര് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. എന്നിട്ടാണ് കാസ്റ്റ് പറഞ്ഞത്. വിദ്യാബാലനുണ്ട്, വിദ്യാബാലന്റെ കസിനാണ്, പ്രതീക് ഗാന്ധി ഉണ്ട്, ഇല്യാന ഡിക്രൂസ് ഉണ്ട്. അപ്പൊ ഞാൻ പ്രാങ്കാണ് എനിക്ക്. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ് ഊട്ടിയിലെ ഷൂട്ട്, ഊട്ടിക്ക് വന്നോ, റെഡി ആയിക്കോ. അതിന് മുന്നേ റീഡിങ്ങിന് വിളിച്ച് ബോംബെയിൽ എത്തി. നമ്മൾ അവിടെ റീഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരിങ്ങനെ പറയുന്നുണ്ട് ഇവിടെയാണ് വിദ്യാ മാം ഇരിക്കുക, ഇവിടെയാണ് പ്രതീക് ഗാന്ധി ഇരിക്കുക. അപ്പോഴും ഞാൻ അവരൊന്നും ഇല്ലല്ലോ. പക്ഷെ ഐ വാസ് എക്സൈറ്റഡ് ആസ് എൻ ആക്ടർ ഓൾസോ. വെരി സർപ്രൈസിങ് ആയിരുന്നു. എനിക്കത് ചെയ്തു. പരിപാടി റീഡിംഗ് ഒക്കെ ചെയ്ത് ഊട്ടിയിലായിരുന്നു ഷൂട്ട്. ഒരു 10 ദിവസത്തിന്റെ താഴെ ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ ചെന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വിദ്യാ മാമിനെയും പ്രതീക് സാറിനെയൊക്കെ കാണുന്നത്. ഭയങ്കര ചിൽ സെറ്റ്, ഭയങ്കര അടിപൊളി ഒരു പരിപാടിയായിരുന്നു. ചെയ്ത പടത്തിന്റെ പോസ്റ്റർ ഒക്കെ കാണിച്ചു കൊടുത്തു, ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കാണ്. പറയണം എന്ന് പറഞ്ഞു. ഞാൻ പോവാൻ നേരത്തെ അവരെ കാണിച്ചു പോസ്റ്റർ. എന്നിട്ട് അവര് അടുത്ത ഹിന്ദി പടം നമ്മളാ ഡിസൈൻ ചെയ്തത്. അവർക്ക് പിടിച്ചിട്ടേ വരുള്ളൂ. അപ്പൊ അവർക്കത് ഇഷ്ടം. അവരെന്നോട് ചോദിച്ചു അപ്പാർട്ട് ഫ്രം ദിസ് വാട്ട് യു ഡു എന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് പിന്നല്ല എന്തൊക്കെ ചെയ്യുന്നത്.
അപ്പം ഡിസൈനും ചെയ്യുന്നവരെ കാണിച്ചപ്പോ ഒന്ന് പിച്ച് ചെയ്യുന്ന അങ്ങനെയാണ് പിച്ച് ചെയ്യാൻ പറയാം. ഹിന്ദിയിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് പിച്ച് ചെയ്ത് നമ്മൾ കുറെ ട്രൈ ചെയ്ത്. നമുക്ക് ഇതിന് മുന്നേ ഒരു ഹിന്ദി പടം വന്നിട്ടുണ്ട്, ഗഹറായി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി പടം, ദീപിക പദുക്കോണിന്റെ ധർമ്മയില് നമ്മളെ കൊണ്ടുപോയി പടം കാണിച്ചു ധർമ്മേന്ന്, എന്നിട്ട് പിച്ച് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് അന്നേരം പിച്ചിങ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു തുടക്ക സമയം. അത് വർക്കായില്ല. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം പ്രോസസ്, അതോ നിങ്ങൾ സാമ്പിൾ കാണിച്ചാൽ മതിയോ? സ്കെച്ച് ഉണ്ടാക്കണം, വിഷ്വൽ ലുക്ക് കൊടുക്കണം, ബോർഡ് കൊടുക്കണം. നമ്മൾ അന്ന് കൊടുത്ത സാധനം അവർക്ക് എന്തുകൊണ്ടോ വർക്കായില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കില്ല് എന്ന് പറഞ്ഞൊരു പടം വന്നായിരുന്നു, കില്ലും പിച്ച് ചെയ്യാൻ പറഞ്ഞ്. അപ്പൊ അന്ന് നമ്മൾ പിച്ച് ചെയ്തൊരു ടെക്നിക്കും അവർക്ക് വർക്കായില്ല. അതിനുശേഷമാണ് ഇപ്പൊ ഞാൻ ആ ഹിന്ദി പടം ഞാൻ ചോദിച്ചപ്പോ ഒരു പിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി പിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് പിച്ച് ചെയ്ത് ഇപ്പൊ പക്ഷെ നമ്മളൊരു ഹിന്ദി പടം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റുമോ ഏതാന്ന്? അത് ആലിയ ഭട്ടിന്റെ ഒരു പടമാണ്. അതാണ് ഇപ്പൊ ഫോട്ടോഷൂട്ട് നടക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ. ഓക്കെ, നിങ്ങൾ ചെയ്തതിൽ അല്ലെങ്കിൽ ബ്രോന്റെ പേഴ്സണൽ ഫേവറേറ്റ് എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ ഒരു 5 ബെസ്റ്റ് പോസ്റ്റേഴ്സ് പറയാൻ ഏതൊക്കെ പറയും? ബെസ്റ്റ് 5 പോസ്റ്റേഴ്സ് എനിക്കിപ്പോ ഞങ്ങൾ DSRയിൽ വരച്ചൊരു പോസ്റ്റർ ഉണ്ട്. അത് ഓയിൽ പെയിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഒരു 3 മാസം എടുത്താണ് അത് വരച്ചേക്കുന്നത്. അത് ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളൊരു സാധനമാണ്. അതിന്റെ പ്രോസസ്സ് അത് ജോജോ എന്ന് പറഞ്ഞ പയ്യനാ വരച്ചത്. അപ്പം കുറേ സമയവും പ്ലാനിങ്ങും പടത്തിന്റെ എനിക്ക് തോന്നുന്നു പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ടിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട് എന്ത് ആർട്ട് സ്റ്റൈല് പിടിക്കണം, അതൊരു റിനസൻസ് സ്റ്റൈല് പരിപാടി പിടിക്കണം. അപ്പം അങ്ങനെ ചിന്തിച്ച് കുറേ റിസർച്ചൊക്കെ ചെയ്ത് പല ആർട്ട് സ്റ്റൈലുകൾ ട്രൈ ചെയ്ത് നോക്കി ക്യാൻവാസിൽ തന്നെ വരച്ചുണ്ടാക്കിയ ഒരു സ്പെസിഫിക് ടെക്നിക്ക് ഉപയോഗിച്ച് വരച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. സോ അത് നമുക്ക് എപ്പോഴും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു, അത് എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ ഡിസൈൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആർട്ട് എപ്പോൾ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതൊരു ഹ്യൂമൻ നേച്ചർ ആണെന്ന് തോന്നുന്നു. ഫ്രം സ്ക്രാച്ച് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതെ. അതേപോലെ തന്നെ മധുരത്തിന്റെ ടൈറ്റില് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പം അത് ചെയ്ത് കിട്ടുമ്പോഴും ഉള്ള ഒരു ഫീലും ആൾക്കാർ ഇപ്പോഴും സംസാരിക്കും അതിനെ കുറിച്ച്, അത് ഇഷ്ടമാണെന്ന് പറയും. ബ്രഹ്മയുഗത്തിന്റെ ഫസ്റ്റ് ഒരു ടൈറ്റിലൊക്കെ നമ്മൾ വരച്ചതാണ്, വരച്ചൊരു സാധനമുണ്ട്, സ്കള്ളിന്റെ പടമൊക്കെ ഉള്ളത്. ബ്രോന് ഓർമ്മയുണ്ടെന്ന് അറിയും. അങ്ങനെ എല്ലാം ഇഷ്ടമാണ് ബ്രോ. ലോകയുടെ ഫസ്റ്റ് ലുക്കും എല്ലാം എനിക്ക് ആ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടം ബ്രോ. അനോണിമസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്യുമെന്ററി, പടമല്ല, അത് ഇഷ്ടമാണ്. ഫ്രീഡം ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്, മധുരം ഇഷ്ടമാണ്. ഫുട്ടേജ് നിങ്ങളായിരുന്നല്ലേ? എല്ലാം ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണൽ ഫേവറേറ്റ്സ് എനിക്ക് അനോണിമസ് ഇഷ്ടമാണ്. അങ്ങനെ ബ്രോ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രോജക്ട്സ് ഏതൊക്കെയാ? അഭിനയിക്കുന്ന ഇപ്പം സർവമായാണ്, അഖിൽ സത്യൻ ചേട്ടൻ, നിവിൻ പോളി ചേട്ടനുള്ള പടമാണ്. അതാണ് ഇപ്പം ഡിസംബർ ക്രിസ്മസിനാണ് റിലീസ്. അതിലാണ് ഞാൻ അഭിനയിച്ചത്. അതൊരു കോമിക്കൽ നല്ല ഫണ്ണൊരു പടമാണ്. അതിന്റെ പോസ്റ്റർ ആരാ ചെയ്യുന്നത്? നമ്മളാ ചെയ്യുന്നത്. എന്തോ ഒരു ചിരി ചോദിച്ചത്. അപ്പം അതുണ്ട്. വേറൊരു 1-2 ഇങ്ങനെ ഒന്നും പറയാറായിട്ടില്ലാത്ത കുറച്ച് പരിപാടികളാണുള്ളത്. ഡിസൈനിൽ കുറച്ച് പറയുന്ന പോലെ ഹിന്ദി ഒരു പടമുണ്ട്, തെലുങ്കില് രശ്മിക മാമിന്റെ ഒരു പടമുണ്ട്, നാഗചൈതന്യ സാറിന്റെ പടമുണ്ട്. അങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും കുറച്ച് 1-2 വെച്ച്. ഓക്കെ, അപ്പോൾ അരുൺ അജികുമാർ എന്ന ആക്ടറിന്റെ അടുത്ത വരാൻ പോകുന്ന പ്രോജക്ട്സും അടിപൊളിയാവട്ടെ, എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ അടുത്ത പോസ്റ്റേഴ്സും അടിപൊളിയാവട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്.